ഫാമിലി, ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. രാവിലെ എണീറ്റ പാടതിന്റെ ക്ലൗഡ്സ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര സുഖമാണ്. ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട്. നിങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത്? അല്ല, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ? ഡെയിലി ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ആവുന്ന ഇവിടുന്ന. പോയ വർഷം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇത്തവണ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്കങ്ങ് ഒരുപാട് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോയാലോ? ആയോ? അങ്ങനെ ഞങ്ങൾ വെക്കേഷന് പോവുകയാണ്. ഇനി 6 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. കണ്ടാ, ഓട്ടം ലീവ്സൊക്കെ തൊഴിഞ്ഞു പോയി. ഇപ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നാട്ടിൽ വരുന്ന പാക്കിങ്ങിൻ്റെ തിരക്കിൽ ഒരു കുന്തും നടന്നില്ല. ഇനി എന്തായാലും കുഴപ്പമില്ല, മെയ്യിൽ വരുമ്പോൾ തിരിച്ചും ഇത് വീണ്ടും റീഗ്രോത്ത് ചെയ്യും. അപ്പോൾ എടുക്കാം എന്ന് വെച്ചു. യെസ്, ഇത്രയുണ്ട്. ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ 2 പെട്ടി, അവൻ്റെ പെട്ടി, പിന്നെ 2 ട്രാവൽ ബാഗ്, അല്ല ഇവൻ്റെ കുഞ്ഞു ബാഗ്, യവന് ഇത്രയും നമ്മൾ ചുമക്കേണ്ടതായിട്ടുണ്ട്. ആ കൂടെ ഉള്ള 4 കൈയാണ്, അതിൽ നമ്മൾ ഇത്രയും ചുമക്കണം. പിന്നെ ഈ സാധനത്തിനെയും ഉരുട്ടണം. അത് കിടന്ന് പുതിയ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കണം നടപ്പാണ് എന്താ സംഭവം എന്നുള്ളത്. സമയം ഇപ്പം 3:15. അപ്പം ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഇതാണ്. ഞാൻ പാസ്തയും ടൊമാറ്റോ സോസ് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ ആസ് യൂഷ്വൽ പോർക്കാണ്. പിന്നെ ഹാപ്പിക്കുട്ടൻ ട്രെയിൻ സൈഡ് സീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്ര നേരം കരച്ചിലായിരുന്നു. പിന്നെ ഒരു ആപ്പിൾ ജ്യൂസും കൂടെ ഞങ്ങളെടുത്ത് ഞങ്ങളിങ്ങനെ സൈഡ് സീനൊക്കെ നോക്കി ട്രെയിനിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ പോകുന്നു. Peekaboo. 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 അന്തം വിട്ട് കുട്ടി അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് നോക്കിക്കൊണ്ടേ അന്തം വിട്ട്. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഹാപ്പിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയാലും ഞങ്ങൾക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഫ്ലൈറ്റ് കയറിയ പാഴ തന്നെ ഹാപ്പിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ആള് ഭയങ്കര ടയേർഡാണ്, അത് ഉറങ്ങി. സോ ഒരു ഫ്ലൈറ്റ് ഇപ്പം ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാ ഒരാൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട്, സീറ്റ് ബെൽറ്റ് കാണിച്ചാണ്. യെസ്, ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് ട്രാവൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ട്രിപ്പാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ഏത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ എന്നെ ഫ്ലൈറ്റിൽ കുറ്റി ഹാപ്പിക്കിട്ട് ഹാപ്പിയാണോ? ఏంటి നോക്കിനെ കൊള്ളാവോ? ഞാൻ ഇനി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടല്ലേ? യെസ്, ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. റൺവേയിൽ വന്നു നമ്മൾ.
അപ്പുറത്തെ ഇതുവഴി അപ്പുറത്തെ സൈഡ് എടുത്താണ് പെട്ടെന്ന്. അങ്ങനെ മീൽ ടൈം ആയി ഗൈസ്. ഞങ്ങൾ എത്തിഹാദ് എയർലൈൻസിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പം സംഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തത് എവിടെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാനിപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണുന്നതാണ് ഗൈസ്. പിന്നെ ഹാപ്പിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ്മെന്റ് ഒന്നും കിട്ടിയില്ല ഗൈസ്, പെട്ടുപോയി. ഞങ്ങൾ രണ്ടാളും പിന്നെ ഫുഡ് ട്രേ താഴ്ത്തിയിട്ട് അവനെ കിടത്തി ഉറക്കുകയാണ് ചെയ്തത്. ഹാപ്പിക്ക് മടി കിടന്നുറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഫുഡ് ട്രേസ് അങ്ങ് താത്തിട്ട് അതിൽ കിടത്തി ഉറക്കിയപ്പോൾ ആള് സുഖമായിട്ട് കിടന്നുറങ്ങി. നമുക്കൊന്നങ്ങ് ദുബായ് വരെ പോയാലോ? ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പം സ്വാഭാവികം വിചാരിക്കും നമ്മളിനി പോകാൻ പോകണം. ഞാൻ ഓൾറെഡി ദുബായ് തന്നെയാണ്. യെസ്, ലാൻഡഡ് ഇൻ ദുബായ്. ഇപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാൻ പോകുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം വിചാരിച്ചു ഒന്ന് ദുബായൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് വെറുതെ ഡേ 1 ആണ്. ഇന്ന് വെറുതെ ഒന്ന് കറങ്ങിയടിച്ച് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ തൊട്ട് വേറെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ചെറിയ പണി കിട്ടി. എൻ്റെ നെയിൽ എക്സ്റ്റൻഷന് സംഭവം ഒരെണ്ണം ഇളകിപ്പോയി. ഇനി ഞാനത് ഒട്ടിക്കേണ്ട ഗമ്മ് വന്നായിരുന്നു. തപ്പി നടക്കുന്നത് കുട്ടി. യെസ്, അങ്ങനെ ഞാനുണ്ട്, ഹാപ്പി, കെട്ടിയവനൊക്കെ ആയിട്ട്, ഇപ്പം ഞങ്ങളൊരു ഫ്രണ്ടും കൂടെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ പോകുന്നു. വെൽക്കം ടു ദുബായ്. വെയിറ്റിംഗ് ആണ് മെട്രോയ്ക്ക് വേണ്ടിയിട്ട്. അടിപൊളി ഉറക്കം ആള്. യെസ്, ആദ്യമായി ചിരിയുടെ ചിരിയടാ. എന്റെ കൈ വേദന എടുക്കും. ചിരിച്ചിട്ട് അങ്ങോട്ട് നോക്കും. നീ ചിരി. അയ്യോ, നല്ല ചിരിയായിരുന്നു. Discovery Garden. The final destination of this train is Discovery Garden. ഞങ്ങൾ അങ്ങനെ മോൾ ഓഫ് എമിറേറ്റ്സിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. മിക്കവാറും നിങ്ങളെല്ലാവരും ഈ വീഡിയോസും ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വെച്ചു. ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കുന്നത്. എന്ത് വാങ്ങാനാണ് പോണേ എന്ന് ചോദിച്ചാൽ 1-2 സാധനം ലിസ്റ്റിലുണ്ട്. പിന്നെ അവിടെ പോയിട്ട് നോക്കണം എന്താണെന്നുള്ളത്. ഞങ്ങൾ എന്ത് വാങ്ങാൻ പോണേ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഗോ വിത്ത് എ ഫ്ലോ ഷോപ്പിംഗ് ആണ്. എൻ്റെ മൈക്കില്ല. ഞാൻ പറയണൊക്കെ ഇരച്ചരച്ചായിരിക്കും കേൾക്കുന്ന അനേകമാണ്. ലുലുവിൻ്റെ അകത്ത് കുറച്ച് ക്രിസ്മസ് ഡെക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ കുറേ നല്ല നല്ല ഫോട്ടോസ്, നല്ല നല്ല മൊമെന്റ്സ് കിട്ടി. മീൻവെൽ ഹാപ്പി ഭയങ്കര ഉറക്കമായിരുന്നു, അതുകൊണ്ട് അവനെ എടുക്കാൻ കിട്ടിയില്ല. ആ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടാളും പോയിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. നമുക്കും വേണമല്ലോ ലാസ്റ്റ് ടൈം. ലുലു കയറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി. വാടി തളർന്ന്
ഒരു പരുവായി നമ്മളെല്ലാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട തപ്പി നടക്കുകയാണ്. ഭാഗ്യ വെച്ചാൽ ഇവിടുന്ന് 700 മീറ്ററിലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ, നല്ല വിശപ്പ് കാരണം എല്ലാവരുടെ മുഖത്തും അത് കാണുന്നുണ്ട്. ഫുഡ് എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹാപ്പിയുടെ പരിപാടി അടിപൊളിയായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളിങ്ങനെ പുതപ്പൊക്കെ എടുത്ത് പോച്ച് കളിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഫുള്ളാണ് കേട്ടോ, ആൾ ഫുഡൊക്കെ കഴിച്ച് ഫുള്ളാണ്. ഇനി ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി. ഞങ്ങളെ വയറിന് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഹോട്ടലിൻ്റെ പേര് ബാർഷ ഗേറ്റ്സ് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. ഞാൻ പ്രത്യേകിച്ച് ബീഫ് ഒന്നും കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ വരെ കഴിച്ചു പോയി. ഇവിടുത്തെ ബീഫ് പെരട്ട് പൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദുബായിൽ ഈ ഹോട്ടലിൽ വരികയാണെങ്കിൽ ബീഫ് പെരട്ട് കഴിക്കണേ. ഫുഡ് വന്നു തുടങ്ങി ഒത്തിരി ദിവസം ശേഷമാണ് അയ്യോ ഫുഡ് നമ്മളെ നാടൻ ഫുഡ്. കുറച്ചൊക്കെ കാലിയായിരിക്കുന്നു, പ്ലേറ്റിന് വേണം വരാനുള്ള വെയിറ്റിംഗ് ആണ്. എന്നാലും വന്നപ്പം ഉള്ള സന്തോഷത്തിൽ ഞാൻ എടുത്തേയുള്ളൂ ഈ വീഡിയോ. പൊളി ഒന്നും പറയല്ല. കുറേ ദിവസം ശേഷം നാട്ടിലത്തെ ഫുഡ് കഴിക്കുന്ന നാടൻ ഒരു വികാരം പോലെയാണ്. അടിപൊളി. ഞാൻ ബീഫ് അത്ര കഴിക്കാറില്ല. ബീഫ് പെരട്ടുന്നൊരു സാധനമുണ്ട്. പൊന്നോ ഒരു രക്ഷയില്ലേ. എന്താ ഈ സാധനം ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി കഴിക്കാൻ വേറെ സ്ഥലമില്ല എന്ന അവസ്ഥയായി. വയറ് ഫുള്ളായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണിത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടെ വിഷ് ചെയ്യുന്നു. 2026 ഒരു അടിപൊളി വർഷമായിട്ട് എല്ലാവർക്കും ഇരിക്കട്ടെ. ദൈവാനുഗ്രഹം കൊണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ വിഷ് ചെയ്യുന്നു നമ്മുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.